ഞാൻ ഈ അടുത്തിടെ നടത്തിയൊരു പഴനി യാത്രയുടെ ചില വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ യാത്ര ആരംഭിച്ചത് പാലക്കാട് നിന്നായിരുന്നു. പാലക്കാട് നിന്ന് നേരിട്ട് ഞങ്ങൾ പൊള്ളാച്ചിയിലെത്തി. അവിടെ നിന്ന് കുറച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചിയിൽ നിന്ന് നേരിട്ട് ഉടുമ്പൽപേട്ട് പോകാതെ പുതിയ ബൈപ്പാസ് റോഡിലൂടെ യാത്ര ചെയ്ത് വളരെ വേഗത്തിൽ നമുക്ക് പളനിയിൽ എത്തിച്ചേരാം. ഈ യാത്ര വളരെ സമയലാഭവും വളരെ വേഗത്തിൽ എത്തിച്ചേരാവുന്നൊരു പുതിയ റൂട്ടാണിത്. വളരെ വേഗത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 6 വരി പാതയാണ്. പൊള്ളാച്ചിയിൽ നിന്ന് പളനി വഴി നേരിട്ട് തമിഴ്നാടിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കാണ് ഈ വഴി വ്യാപിച്ചു കിടക്കുന്നത്. ഈ 6 വരി പാതയുടെ ഇരുവശങ്ങളിലായി വലിയ വീതിയുള്ള സർവീസ് റോഡും നിലവിലുണ്ട്. കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റേതായ ചില കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലായി വലിയ വൻമരങ്ങൾ, വലിയ പുളിമരങ്ങളാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ യാത്ര ഇപ്പോൾ പളനി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദൂരം നിന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ക്ഷേത്രത്തിലൊരു പുതിയ അപ്ഡേറ്റാണ്. ഭക്തരായി വരുന്നവർ ആരും തന്നെ അവരുടെ മൊബൈൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ പെർമിഷനില്ല. അത് താഴെ വെച്ച് ടോക്കൺ വാങ്ങിക്കൊണ്ട് വേണം മുകളിലേക്ക് പോകാൻ. യാദൃശ്യമായി മൊബൈൽ മുകളിൽ വെച്ച് പിടിക്കപ്പെട്ടാൽ മൊബൈൽ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പളനിയിലേക്ക് വരുന്ന ഓരോ ഭക്തനും ആ നിയമങ്ങളനുസരിച്ച് വേണം ക്ഷേത്ര ദർശനം നടത്താൻ.